ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റുള്ളൊരു റൈസാണിത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു TV ചാനലിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു റെസിപ്പി. ഹോട്ടലിൻ്റെ റിവ്യൂസ് പറയുന്ന ആ ഒരു ടൈപ്പ് പ്രോഗ്രാമിൽ നിന്നും കിട്ടിയതാണിത്. അപ്പോൾ അതിൽ അവർ പറഞ്ഞത് ഇത് ഫിഷ് ആൻഡ് റൈസ് എന്നാണ് ഈ ഒരു ഡിഷിൻ്റെ പേരെന്നാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിനായിട്ട് വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ്സാകാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3 ഫിഷാണ് എടുത്തിട്ടുള്ളത്. ആവോലിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലകളൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അധികം വെള്ളമായി പോകരുത്, അപ്പോൾ മസാല മീനിലധികം പിടിക്കാതെ ലൂസായി കിടക്കും. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള പേസ്റ്റ് ആക്കിയിട്ട് ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നന്നായി പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഫിഷായിട്ട് മസാല തേച്ച് കൊടുക്കാം. ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. അധികം മുള്ളില്ലാത്ത മീൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അയില വെച്ചിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഫിഷിന് നന്നായിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കണം. അങ്ങനെ ആവുമ്പോൾ മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ലോണം എത്തും. ഇത് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടി വയ്ക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറഞ്ഞ സമയം ഒരു 10 മിനിറ്റെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഫിഷിലൊക്കെ നന്നായി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം പട്ട വേണം. പിന്നെ 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഉള്ള മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സാദാ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി വേണം. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് പാത്രം നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങളടുത്ത് അറബിക് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതില്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ സ്പൈസസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ റൈസിനൊരു വല്ലാത്ത കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടായി വന്നാൽ നമുക്കിത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. പാൻ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയും കൂടി നന്നായി ചൂടായി വരണം. അതിനുശേഷം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അതിനു മുൻപേ ഈ ഫിഷിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കുറച്ച് സവാളയും മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും സവാളയൊക്കെ നേരിയതായിട്ട് നീളത്തിൽ മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വളരെ നേരിയതായിട്ട് തന്നെ ഇത് മുറിച്ചെടുക്കണം നമ്മൾ. അപ്പോൾ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലിലേക്ക് വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ഫില്ല് ചെയ്തിട്ട് ഓയിലിലേക്ക് വെച്ച് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫിഷിൻ്റെ ഉൾഭാഗത്ത് തക്കാളി ഉള്ളിയൊക്കെ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഫിഷ് പൊരിച്ചെടുത്താൽ. അതുതന്നെയാണ് ഈ റൈസിൻ്റെ ഒരു പ്രത്യേകതയും. അപ്പോൾ ഈ ഫിഷിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്കത് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും.
മീഡിയം ഫ്ലെയിമിൽ വെച്ചാലേ നമുക്ക് ഉൾഭാഗമൊക്കെ നന്നായി ഫ്രൈ ആയി വരികയും ചെയ്യുള്ളൂ. അപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഈ ഫിഷ് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി ഈ ഫിഷ് പൊരിച്ചെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ റൈസിന് ഫിഷിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നാൽ നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1 ബേ ലീഫ് ഇട്ട് കൊടുക്കാം, 4 ഏലക്ക ചേർത്ത് കൊടുക്കണം, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട കൂടെ ഇട്ട് കൊടുക്കണം, 1/2 ടീസ്പൂൺ മുഴുവനായ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഇതിലേക്ക് മുറിച്ചു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചെറുതായി മുറിക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വഴറ്റിയെടുക്കാനാവും. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. ഇപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ 3 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഇത്ര ചേർത്തിരിക്കുന്നത്. നിങ്ങൾ എരിവിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു റൈസ് എന്ന് പറയുന്നത് ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പാടൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ റൈസും മസാലയൊക്കെ നമ്മൾ ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബിരിയാണിയുടെ പോലെ കുറേ ഉള്ളി അരിയോ തക്കാളി മുറിച്ചെടുക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ കുറച്ച് അളവിൽ മാത്രമേ തക്കാളി ഉള്ളിയൊക്കെ വേണ്ടൂ ഇതിന്. അതുകൂടാതെ തന്നെ ബിരിയാണി പോലെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് വഴണ്ട് വന്നാൽ ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഉള്ളിയൊന്നും അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനീ പറഞ്ഞ അളവിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ 1 തക്കാളി മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നേരത്തെ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് കണക്കായ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കണം. അധികം എരിവ് വേണ്ട. പച്ചമുളകിൻ്റെ എരിവാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ നേരത്തെ പൊടിച്ചു വെച്ച മസാലയിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ പച്ചമണക്ക് മാറിയിട്ട് നല്ലൊരു മണം വരും. അപ്പോൾ അതുവരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ നമുക്കത് വഴണ്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 മീൻ ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം മുള്ളുള്ള മീനാണെങ്കിൽ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വേവിക്കാത്ത മീനാണ്. ജസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാലയിൽ നിന്നും കുറച്ച് പുരട്ടി വെച്ചതാണിത്. അപ്പം ഇങ്ങനെ മസാല പുരട്ടി മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്കും ഇതിൻ്റെ റൈസിനും ഒക്കെ മീനിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതുകൊണ്ടാണ് അധികം മുള്ളില്ലാത്ത മീൻ എടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇനി നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫിഷിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കണം. ഞാനിതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ അരിയൊക്കെ ഇതിൽ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഇവിടെ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 3 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് 2 ഉണക്ക നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചെറുനാരങ്ങ നടുകെ ഒന്ന് മുറിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ അരിക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം ഈ ഉപ്പ് വെള്ളത്തിൽ കുറച്ചൊന്ന് അധികം നിൽക്കണം. എന്നാൽ മാത്രമേ റൈസ് വെന്ത് വരുമ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും വെള്ളം. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ഞാനിവിടെ
നല്ലവണ്ണം 2-3 തവണ കഴുകിയെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ അരി നിങ്ങൾ കുതിർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കഴുകിയതിന് ശേഷം മാത്രമേ കുതിർത്ത് വയ്ക്കാൻ പാടുള്ളൂ. കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ അരി കഴുകിയെടുക്കാൻ നോക്കിയാൽ അരിയൊക്കെ പൊട്ടി പോകും. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അരി വേവാത്തതുപോലെ ഉണ്ടാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരി വേവിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് വെള്ളം വറ്റിയിട്ടില്ല. നമ്മളൊന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ അരി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റൈസിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അരിയൊക്കെ ഒട്ടും ഉടയാതെ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ആൻഡ് റൈസ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു അറബിക് റൈസാണ്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.